പിന്നെ ഇതൊരു കൂൾ ബോക്സ് ആണ്, ഓപ്പൺ ആക്കി. ഇത് നമ്മൾ AC ഇട്ട് കഴിഞ്ഞ് ഇവിടെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തണുത്ത് കിട്ടും, ചെറിയൊരു ഫ്രിഡ്ജ് എന്ന പോലെ. എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ കൂടെയുള്ള VXI ഓപ്ഷനാണ്. ഇത് വെറുതെ ഒരു VXI അല്ല, VXI നമ്മൾ ZXI പ്ലസ് ആക്കി മാറ്റിയതാണ്, കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ ഫുൾ ഓപ്ഷൻ ആയിട്ട് VXI മാറ്റിയാണ്. അപ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അല്ലാതെ ഇതിന്റെ വണ്ടിയുടെ മൊത്തം സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊന്നും പറയുന്നില്ല. കൂടുതൽ നമുക്ക് അറിയണമെങ്കിൽ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഈ ഫോഗ് ലാമ്പാണ് ഫസ്റ്റ് പറയുന്നത്. ഇതൊരു സ്റ്റൈലിഷ് LED ഫോഗ് ലാമ്പാണ്. ഇതിൻ്റെ ലൈറ്റ് പോലും നമുക്ക് ഉള്ളിനകത്ത് ലാമ്പ് പോലും കാണാൻ പറ്റില്ല നോക്കിക്കഴിഞ്ഞാൽ, അത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഫോഗ് ലാമ്പാണ്. ഇത് എക്സ്ട്രാ ആഡ് ചെയ്താണ്, നമ്മൾ VXIയിൽ ഇതിൽ ആഡ് ചെയ്താണ്. അതുപോലെ ബമ്പറിൻ്റെ താഴത്ത് ഈ ഒരു ക്ലാഡിങ് നമ്മൾ ആഡ് ചെയ്താണ്, നല്ല ഫിനിഷിംഗ് ആണത്. ഇത് പിന്നെ നമ്മുടെ ടേണിംഗ് ലൈറ്റ്, അതായത് DRL വരുന്ന ഇവിടെ തന്നെയാണ് ടേൺ ലൈറ്റ് വരുന്നത്, ആംബർ കളറാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് ആ ഒരു വൈറ്റ് കളർ DRLും വരിക. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഒക്കെ ഫുള്ള് പ്രൊജക്ടർ ലാമ്പാണ്, 2 ഹെഡ്ലൈറ്റ് ആണുള്ളത് നമുക്ക്. പിന്നെ നമ്മളിതിൽ അലോയിൽ ചെയ്തിട്ടുണ്ട്. അലോയിൽ ചെയ്തിരിക്കുന്നത് 17 ഇഞ്ചിൻ്റെ അലോയിലാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്കും സിൽവറുള്ള കോമ്പിനേഷനാണ് അലോയിൽ വന്നിരിക്കുന്നത്. അലോയ്സിന് മാത്രം ഏകദേശം 50,000 രൂപയോളം വരുന്നുണ്ട്. ഈ സൈഡിൽ വരുന്ന ഈ വീലിൻ്റെ മുകളിൽ വരുന്ന ഈ ആർച്ച് ഫെൻഡർ ഉണ്ടല്ലോ, ഇത് നമുക്ക് സൈഡ് പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടിയിട്ട് ഇത് എക്സ്ട്രാ കിട്ടും. ഏകദേശം ഒരു 6,000 റുപ്പീസിന് അടുത്ത് വരുന്നുണ്ട് ഇതിന് വില. ഇത് 2 സൈഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു HD ക്യാമറ റിവേഴ്സ് ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. നൈറ്റ് വിഷനാണ്. പിന്നെ അതിന് ഫ്രണ്ടിൽ ഗ്ലാസ് ഉള്ളത് കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി കൂടിയ ഒരു ഗ്ലാസ്സാണ്. റിവേഴ്സ് ക്യാമറ കൂടാതെ തന്നെ റിവേഴ്സ് പാർക്ക് സെൻസറും വരുന്നുണ്ട്. അത് നല്ല സെൻസിങ് പവറോട് കൂടിയുള്ള ഒരു സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിതിൻ്റെ ഡിക്കി സ്പേസ് ചെക്ക് ചെയ്യാൻ പോകണം. ഈ ഒരു വണ്ടിയുടെ ഡിക്കി സ്പേസ് ചെക്ക് ചെയ്യണം. അപ്പോൾ ഡിക്കി തുറക്കുന്ന ഒരു വളരെ സിമ്പിൾ മെത്തേഡാണ്. ഇവിടെ ഈ വെറ്ററ പ്രസ്സാന്ന് കഴിഞ്ഞാൽ ഈൻ്റെ താഴെ ഈ എന്ന ലെറ്ററിന് താഴെ ഒരു ചെറിയൊരു സ്വിച്ച് ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പൺ ആവും. പിന്നെ മുകളിലേക്ക് ഈസി ആയിട്ട് തുറക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ വരുത്തിയാണ് ഈ ഒരു എക്സ്ട്രാ ഒരു കുഷൻ സീറ്റ്, അതുപോലെ റിഫ്ലക്ടർ, പിന്നെ ഒരു എയർ ഇൻഫ്ലേറ്റർ ഉണ്ട്. ടയറിന് എയർ അടിക്കാനായിട്ട് ഒരു എയർ ഇൻഫ്ലേറ്റർ, ചെറിയൊരു കംപ്രസർ ഉണ്ട്. കിട്ടുന്നില്ല, കണ്ടോ, ഇതാണത്. അപ്പോൾ ഇതിന് ഇവിടെ കോഡ് വയറൊക്കെ ഉണ്ട്. ഇത് ടയറിലേക്ക് കണക്ട് ചെയ്യുന്ന എയറിൻ്റെ ട്യൂബാണ്. ഈ ഒരു കോഡ് വയർ നമ്മൾ ആക്സറൈസ് ഓൺ ചെയ്തിട്ട് നമ്മൾ ചാർജറൊക്കെ ട്രാവലിംഗ് ചാർജർ കണക്ട് ചെയ്യുന്ന അവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടയറിൽ എയർ അടിക്കാം. പിന്നെ കൂടാതെ ഇവിടെ ഒരു ടോർച്ചും ഉണ്ട്, അവിടെ ഒരു ലാമ്പ് പോലെ ഉണ്ട്. ഒരു വാക്യൂം ക്ലീനർ, അതിൻ്റെ ഇൻസൈഡ് മൊത്തം പൊടിയും അഴുക്കൊക്കെ വരുന്ന സമയത്ത് ക്ലീൻ ചെയ്യാനുള്ള ഒരു വാക്യൂം ക്ലീനർ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതും അവർ തന്നിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫിൽറ്ററൊക്കെ വരുന്നുള്ള ഒരു വാക്യൂം ക്ലീനർ. ഇതും സെയിം നമ്മുടെ ചാർജർ പോർട്ടിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ നിങ്ങൾ കാണാമെന്നാണ്, വേണമെങ്കിൽ അതൊന്നും വരുത്താം. പക്ഷേ ഇതൊക്കെ നമ്മൾ വണ്ടി വാങ്ങിച്ചപ്പോൾ കൂടെ അവരോട് പറഞ്ഞ് വരുത്തിപ്പിച്ചാണ്. അപ്പോൾ ഫുൾ അക്സറീസ് കിറ്റായിട്ടാണ് നമ്മൾ ഈ വണ്ടി ഓർഡർ ചെയ്ത്. ഇതിൻ്റെ കൂടെയുള്ള ഐറ്റംസ് ഒക്കെയാണിത്. തീർന്നില്ല, ഒരു സാധനം കൂടെ ഉണ്ട്. ഇത് വെജിറ്റബിളും അങ്ങനെയുള്ള സാധനങ്ങൾ, ഫ്രൂട്ട്സൊക്കെ നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് ഇതിങ്ങനെ നിർത്തി വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കൊട്ട പോലത്തെ ഒരു ബാഗാവും. കണ്ടോ, ഇതിനകത്ത് നമുക്ക് ഫുള്ള് വെജിറ്റബിൾ, ഫ്രൂട്ട്സൊക്കെ അല്ലെങ്കിൽ എന്താണ് ഫയൽസൊക്കെ വെച്ചാണെങ്കിലും എന്തുവാണെങ്കിലും നിങ്ങളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് എന്ത് സാധനമാണ് ഇതിനകത്ത് വെച്ച് കൊണ്ടുപോകാം. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരി ബാഗും കൂടെ ഉണ്ട്, അവർ തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഡോറിൻ്റെ ഈ ഒരു ഓപ്പണിങ് ചെയ്യുന്ന ഈ ഒരു ഹോൾഡറിൽ
ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ഒരു ബട്ടൺ അൺലോക്ക് ആൻഡ് ലോക്ക് ബട്ടണാണ്. നമുക്കിനി ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ഡെക്കറേഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം എങ്ങനെയാണ്. ഇപ്പോൾ ഈ ഡോറിൻ്റെ സൈഡിൽ തന്നെ കാണുന്നുണ്ട് നല്ലൊരു ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഡിസൈനിങ്. നമുക്ക് ടാറ്റ നെക്സോണിലൊക്കെ വേറൊരു ടൈപ്പാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു പ്രത്യേകത കുറച്ചുകൂടി സൂപ്പറായിട്ടുണ്ട് കാണാൻ. അതുപോലെ തന്നെ പവർ വിൻഡോ ഒക്കെ സ്വിച്ചൊക്കെ വളരെ സ്മൂത്താണ്, ഓട്ടോ മോഡൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആ പവർ വിൻഡോൻ്റെ കൂടെ തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്ക് ലോക്കാക്കാനുള്ളതും പവർ വിൻഡോ ലോക്കാക്കി വെക്കാനുള്ള ബട്ടണൊക്കെ അവിടെ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ സ്പീക്കർ ഏരിയ ഉണ്ട്. പിന്നെ ചെറിയൊരു സ്പേസ് ഉണ്ട്. പിന്നെ അകത്തോട്ട് കയറുന്ന സമയത്ത് നമ്മുടെ OBR നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സ്വിച്ചസും കാര്യങ്ങളും, അതുപോലെ ഹെഡ് ലാമ്പിൻ്റെ പൊസിഷൻസ്, പിന്നെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, ഇത് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ AC വെൻ്റ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഓപ്പണിംഗ് ഒക്കെ ചെയ്യുന്നത് നല്ല സ്മൂത്തായിട്ടാണ്. ഒരു ട്യൂട്ടേഴ്സൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഡോറിൻ്റെ സൈഡിലാണ്. അതുപോലെ നമ്മളൊരു അണ്ടർ മാറ്റ് ഫുൾ അണ്ടർ കോട്ടിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാറ്റ് സെപ്പറേറ്റ് ബ്രസയുടെ തന്നെ മാറ്റ് നമ്മൾ ഇടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളതാണ്. അതുപോലെ നല്ലൊരു സീറ്റ് കവർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയുള്ള ഒരു സീറ്റ് കവർ തന്നെയാണ്. അതുപോലെ നമ്മൾ ആംബ്രസ്റ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉള്ളതാണ്. കണ്ടോ, ഒരു ലോക്ക് ഉണ്ട്, അതിങ്ങനെ മുകളിലേക്ക് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചാൽ അപ്പോൾ തുറക്കും. സ്റ്റിയറിംഗ് തന്നെ മ്യൂസിക്കിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. ഇവിടെ വോളിയം പ്ലസും മൈനസും, അതുപോലെ നെക്സ്റ്റ് അടിക്കാനും മോഡ് ബട്ടണൊക്കെ വരുന്നുണ്ട്. ഫസ്റ്റ് അവിടെ പ്രസ് ചെയ്താൽ അക്സറീസ് ഓൺ ആവും, പിന്നെ ഇഗ്നിഷൻ ഓൺ ആവും, പിന്നെ ഒന്നുകൂടെ ഞെക്കി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആകും. പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ക്ലച്ച് പ്രസ് ചെയ്തിരിക്കണം. ക്ലച്ച് ചവിട്ടിയാൽ മാത്രമാണ് നമ്മൾ ഈ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരു സേഫ്റ്റി പർപ്പസ് എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ നമ്മൾ ഫസ്റ്റ് തവണ പ്രസ് ചെയ്യുന്ന സമയത്ത് അക്സറീസ് എല്ലാം ഓൺ ആവും. അക്സറീസിലെല്ലാം സപ്ലൈ പോകും. കണ്ടോ, ഈ ഒരു സ്റ്റീരിയോ ഒക്കെ ഓണായി. പോയിനിയറിൻ്റെ ഇത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. പോയിനിയറിൻ്റെ സ്റ്റീരിയോ ആണ് നമ്മളിതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു സെറ്റാണ്. നിങ്ങൾക്കറിയാം, പോയിനർ സോണി അല്ല, ഈ ഒരു സൈസാണ് വരിക. 7 ഇഞ്ച് സ്ക്രീനാണ് വരിക. നമുക്ക് ഒരുപാട് ഇപ്പോൾ ആൻഡ്രോയിഡ് സെറ്റൊക്കെ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. പക്ഷേ 9 ഇഞ്ചും 10 ഇഞ്ചൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു പോയിനർ സോണി അങ്ങനെയുള്ള ബ്രാൻഡഡ് സെറ്റുകളിലൊക്കെ ഈ ഒരു 7 ഇഞ്ച് സ്ക്രീനാണ് വരിക. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല റേറ്റാണ്. ഏകദേശം ഒരു 25,000 റുപ്പീസ് ഒരു ഈ ഒരു സെറ്റ് തന്നെ. അതുപോലെ നമ്മൾ ചെയ്തിരിക്കുന്നത് സ്പീക്കേഴ്സ് 4 ഡോർ സ്പീക്കേഴ്സാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. 4 ഡോർ സ്പീക്കേഴ്സ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് JBLൻ്റെ സ്പീക്കേഴ്സാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഔട്ട്സൈഡ് മിറർ മടങ്ങുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മടങ്ങും. ആ ഒരു ചിഹ്നമാണിത്. ഇൻസൈഡിലേക്ക് വരും. സുസുക്കി നമുക്ക് ഈ ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഇതൊരു ജോയ്സ്റ്റിക്ക് പോലെയാണ് വർക്ക് ചെയ്യുക ഒരു ബട്ടൺ. ഇത് ലെഫ്റ്റ് റൈറ്റ് നമുക്ക് ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും സെലക്ടർ സ്വിച്ചാണിത്. സെൻറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ രണ്ടും ഒരുമിച്ച് ഉയരം ഒരുമിച്ച് വർക്ക് ചെയ്യും. അതുപോലെ ലെഫ്റ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡത്തെ, റൈറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് വർക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ നമുക്ക് റൈറ്റ് സൈഡിലൊന്ന് ചെക്ക് ചെയ്താൽ. അപ്പോൾ റൈറ്റ് സൈഡിൽ ഞാൻ ഇട്ടിരിക്കുകയാണ്. താഴോട്ടാകുന്നുണ്ട് ഗ്ലാസ്, കണ്ടോ, മുകളിലോട്ടാകുന്നുണ്ട്. അത്യാവശ്യം മഴയൊക്കെ ഉണ്ട്. ക്യാമറയിലൊക്കെ മഴയൊക്കെ ആകുന്നുണ്ട്, വെള്ളം വീഴുന്നുണ്ട്. അതിൽ ബാക്ക് സൈഡിലെ സീറ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതും നല്ല അതേ സെയിം സീറ്റ് കവർ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഹെഡ് റെസ്റ്റൊക്കെ ഇപ്പോൾ ഉയർത്താനും താഴ്ത്താനൊക്കെ പറ്റുന്നതാണ്. ഫ്രണ്ടിൽ നമുക്കൊരു 2 ഹെഡ് റെസ്റ്റ് തന്നിട്ടുണ്ട് അവർ. പിന്നെ ഈ ഒരു ട്രാവലിംഗ് അഡാപ്റ്റർ ചാർജർ, ഇത് നമുക്ക് അവർ അഡീഷണലായിട്ട് തന്നാണ്. നല്ല സ്ട്രോങ് ആയിട്ട് നല്ല അത്യാവശ്യം നല്ല സ്പീഡ് ചാർജ് കയറുന്നൊരു ചാർജറാണ്. പിന്നെ ഇതിൻ്റെ കീലെസ് എൻട്രി, ഈ ഒരു റിമോട്ട് നമ്മുടെ കയ്യിൽ വേണം. ഇതാണ് ഇതിൻ്റെ ചാവി. ഇതിനകത്ത് ഫ്ലിപ്പ് കീ അങ്ങനെയുള്ള കീ ഒന്നുമില്ല. അതാണ് കീലെസ് എൻട്രി. കീ ഇല്ല, നമ്മുടെ അടുത്ത് വെച്ചാൽ മതി. ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിലാണ് വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് നമുക്കിത് ഇവിടെ അടുത്തൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ഇവിടെ സൂക്ഷിക്കാം. ഒരു നല്ലൊരു ടോപ്പ് ലൈറ്റ് ഉണ്ട്. മീറ്റർ കൺസോളൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. വെറ്റേറയുടെ ബ്രിസയുടെ ഒരുപാട് റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ എൻജിൻ സ്പെക്ക് അങ്ങനെയുള്ള വണ്ടികളുടെ സ്പെസിഫിക്കേഷനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഇതൊരു കൂൾ ബോക്സ് ആണ്, ഓപ്പണാക്കി. ഇത് നമ്മൾ AC ഇട്ട് കഴിഞ്ഞ് ഇവിടെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തണുത്ത് കിട്ടും. ചെറിയൊരു ഫ്രിഡ്ജ് എന്ന പോലെ. പിന്നെ വലിയൊരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് കൂടെ കിട്ടിയാണ്. ഇത് ടിഷ്യൂ പേപ്പർ വെക്കാനുള്ളൊരു സ്റ്റോറേജ് ഉണ്ടോ, ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. ഇപ്പം നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓഡിയോ ക്ലാരിറ്റി ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കേട്ടാൽ മതിട്ടോ, എങ്ങനെയുണ്ടെന്ന് അറിയില്ല. JBLൻ്റെ സ്പീക്കറാണ്, അതുകൊണ്ട് പറയേണ്ട കാര്യമില്ല. നല്ല ക്ലാരിറ്റിയാണ്, നല്ല എഫക്റ്റ് ഉണ്ട്.
പിന്നെ ഈ ഒരു കോട്ടിംഗ് ഒക്കെ നമ്മൾ എക്സ്ട്രാ ഈ ഒരു ഡിസൈനൊക്കെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്താണ്. ഈ ഒരു സെറ്റ് മാറ്റുമ്പോൾ നമുക്ക് ഈ ഒരു പാനൽ അങ്ങനെ വെച്ച് കിട്ടിയാണ്. അതുപോലെ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിയറിംഗ് കവർ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് തന്നെയാണ്, ഇൻറ്റീരിയറിനോട് ചേർന്നിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് കവറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ കൂടുതൽ AC അങ്ങനെയുള്ള കാര്യങ്ങൾ, എൻജിൻ സ്പെക്ക്, വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ അതൊന്നും ഞാൻ അതിനകത്ത് പറയുന്നില്ല. നമ്മൾ ഈ ഒരു അഡീഷണൽ ഫീച്ചേഴ്സ് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ VXIനെ ZXI പ്ലസ് ആക്കി മാറ്റിയ വീഡിയോ ആണ്. അതുപോലെ തന്നെ കുറച്ച് അക്സറീസ് ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ കിട്ടി. ആ ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതേപോലെ പുതിയൊരു വെഹിക്കിളായിട്ട് വരും, അതിൻ്റെ റിവ്യൂ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇങ്ങനെ കാര്യമായിട്ട് ചെയ്തിരിക്കാനൊക്കെ കാണിച്ചു തരും. നിങ്ങൾക്ക് ഇനി ഷോറൂമിൽ നിങ്ങൾ ഉദ്ദേശിച്ച വണ്ടി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഏകദേശം ഇതിനകത്ത് ഇപ്പോൾ 360 ഡിഗ്രി ക്യാമറ ഇല്ല, അതുപോലെ തന്നെ ബാക്ക് സീറ്റിൽ ഒരു ആംബ്രസ്റ്റ് വരും, അതും ഇല്ലാന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ZXI പ്ലസ് ഇല്ലെങ്കിലും VXIനെ നമുക്ക് അതാക്കി മാറ്റി നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നിങ്ങളും അങ്ങനെ സാറ്റിസ്ഫൈഡ് ആകും എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെ ചെയ്തു വെക്കുക. ഇങ്ങനത്തെ ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് ഇതുപോലെ നന്നായിട്ട് നമ്മൾ പറഞ്ഞ ഒരു എല്ലാം ചെയ്തു തന്ന ഇൻഡസ് മോട്ടോഴ്സ് പാലക്കാട്, അതുപോലെ തന്നെ അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ്, പേര് പറയാതിരിക്കാൻ പറ്റില്ല, രാജേഷേട്ടൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു നമ്മളോടുള്ള പെരുമാറ്റം സൂപ്പറാണ്. പുള്ളി നന്നായിട്ട് നമുക്ക് എല്ലാം ഒപ്പം നിന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിയെടുത്ത് ഞാൻ നന്ദി പറയാണ്. ഓക്കെ, സൈനിങ് ഓഫ്, അജു പറ്റുന്നവർ.